ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും കാത്തിരിക്കുന്ന രേവതി സച്ചിയുടെയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാട്ടോ. അങ്ങനെ രേവതി പണയം വെക്കാനായിട്ട് വന്നു കഴിഞ്ഞപ്പോഴേക്കും കട അടച്ചിട്ടിരിക്കുക. ഈശ്വരയെ, കട അടച്ചിട്ടിരിക്കുകയാണല്ലോ. ആ സമയത്താണ് രേവതിയെ പരിചയമുള്ളൊരു സ്ത്രീ അതിലെ വരുന്നത്. രേവതിയെ കണ്ടിട്ട് കുറേ നാളായല്ലോ, കല്യാണം കഴിഞ്ഞതിന് ശേഷം പിന്നെ കണ്ടിട്ടില്ലല്ലോ. എന്താ കല്യാണമൊക്കെ കഴിഞ്ഞ് നല്ലൊരു കുടുംബത്തിലേക്ക് പോയെന്നൊക്കെ കേട്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുക കേട്ടോ. ഇപ്പോൾ പൂവൊന്നും വിൽക്കാനൊന്നും പോകുന്നില്ല അല്ലേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, ഇല്ല കടയിലേക്ക് വരുന്നില്ല, പക്ഷെ ഞാൻ വീട്ടിൽ ഇരുന്ന് പൂ കെട്ടി അമ്മയ്ക്ക് കൊടുത്തയക്കാറുണ്ട് എന്നൊക്കെ രേവതി ഇങ്ങനെ പറയുക. അല്ല മോളെന്താ ഇപ്പോൾ ഇവിടെ? അതെ ചേച്ചി, ഈ പണയം വെക്കുന്ന കട, ഈ കട എപ്പോഴാണ് തുറക്കുക? എന്താ സ്വർണം വിൽക്കാനാണോ? അല്ല, പണയം വെക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അല്ല മോള് നല്ല കുടുംബത്തിലേക്കാണ് പോയെന്ന് പറഞ്ഞിട്ട് എന്താ ഇപ്പോൾ പണത്തിൻ്റെ ഇത്ര അത്യാവശ്യം? അതെ, എനിക്ക് ചില അത്യാവശ്യങ്ങളുണ്ടായിരുന്നു ചേച്ചി. വേറെ ഏതെങ്കിലും പണയക്കടയുണ്ടോ? പണയക്കട വേറെ ഇവിടെ ഇല്ല, ബാങ്ക് വല്ലതും കാണും, മോള് ബാങ്കിലേക്ക് വല്ലതും പൊക്കോ. എന്നാ ശരി ചേച്ചി എന്നും പറഞ്ഞിട്ട് നമ്മുടെ രേവതി അപ്പോൾ ആ ചേച്ചി അങ്ങ് പോവുകയും ചെയ്തു. രേവതി എന്നിട്ട് ശരത്തിനെ വിളിക്കാടാ, നീ ഇവിടെ വരെ ഒന്ന് വാടാ എന്നും പറഞ്ഞിട്ട് സ്ഥലം പറഞ്ഞു കൊടുക്കുക കേട്ടോ. എന്താ ചേച്ചി പ്രശ്നം? അത് വന്നിട്ട് പറയാം, നീ വാ. അങ്ങനെ ശരത്ത് വന്നപ്പോൾ ശരത്ത് ഒരു ബൈക്കിലാണ് കേട്ടോ വന്നത്. പെട്ടെന്ന് ശരത്ത് വന്ന്, എന്താ ചേച്ചി, എന്താ കാര്യം ഇങ്ങനെ തിരക്കാണ്. അപ്പോഴേക്കും അവൾ പറഞ്ഞു, അല്ല നീ എന്താ ഈ ബൈക്കിൽ, ഇത് ആരുടെ ഈ ബൈക്ക്? അതൊരു കൂട്ടുകാർ. ചേച്ചി കാര്യം പറ, എന്താണ് നിൻ്റെ സംസാരത്തിനൊക്കെ ഒരു മാറ്റം? അതല്ല ചുമ്മാ ബൈക്ക്, കൂട്ടുകാരൻ്റെ ബൈക്കാണെന്നെങ്കിലോ ചേച്ചി എന്തിനാ ഇങ്ങനെ കുത്തി കുത്തി ചോദിക്കുന്നത്? എടാ, ഒരു ബൈക്ക് ഉണ്ടാക്കി വെച്ച പ്രശ്നമൊക്കെ നിനക്ക് അറിയാൻ പാടില്ലേ? ചേച്ചി അതൊക്കെ മറന്നതാണ്. ചേച്ചി ഓരോന്നൊക്കെ വെറുതെ ഓർമ്മിപ്പിക്കല്ലേ? ചേച്ചി എന്താ പ്രശ്നം? ചേച്ചി എന്തിനാ എന്നെ വിളിച്ചേ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവൾ പതുക്കെ വള ഊരിയിട്ട് കൊടുക്കുക. നീ ഇത് കൊണ്ടുപോയി എനിക്ക് പണയം വെച്ചിട്ട് കുറച്ച് പൈസ സംഘടിപ്പിച്ചുകൊടുത്താ. പണയം വെക്കാനോ? ഇതിപ്പോൾ എന്തിനാ പണയം വെക്കണത്? ചേച്ചിയുടെ അമ്മായിയമ്മ വല്ല പ്രശ്നം ഉണ്ടാക്കി പൈസ ചോദിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിയുമ്പോഴേക്കും അവൾ പറഞ്ഞു, ഇല്ല അമ്മായിയമ്മ പൈസ ചോദിക്കുന്നതായിട്ടല്ല, എനിക്ക് ചിലവിനായിട്ട് കുറച്ച് കാശിനാണ്. പിന്നെ സച്ചേട്ടനോട് ചോദിച്ചാൽ പോരെ, സച്ചേട്ടൻ തരില്ലേ? സച്ചേട്ടൻ ഇവിടെ ഇല്ല, സച്ചേട്ടൻ ഒരു ഓട്ടം പോയിരിക്കുക, ദൂരെ ഓട്ടം പോയിരിക്കുക. അതുകൊണ്ട് സച്ചേട്ടൻ വരുന്നവരേക്കും അത്യാവശ്യമുണ്ട്. സച്ചേട്ടനോട് പറഞ്ഞിട്ടാണ് നീ ഇതൊന്നും കൊണ്ട് വെച്ചിട്ട് താ. അതിനെന്തിനാ ചേച്ചി വള പണയം വെക്കുന്നത്? ചേച്ചിക്ക് 10 രൂപ പോരെ, 10,000 രൂപ പോരെ? അത് ഞാൻ സെറ്റാക്കി തരാം. നിനക്ക് എവിടെ നിന്നാണോ അത്രയും കാശ് എന്ന് രേവതി പേടിയോടുകൂടി ഇങ്ങനെ ചോദിക്കുക കേട്ടോ. അപ്പോഴേക്കും അവൻ പറഞ്ഞു, അത് ഞാനൊരു പാർട്ട് ടൈം ജോലിക്ക് പോകുന്നുണ്ട്, അപ്പോൾ അവിടെ നിന്ന് ഞാൻ അഡ്വാൻസ് വാങ്ങിച്ചു തരാം. നീ വള പണയം വയ്ക്കുമൊന്നും വേണ്ട, നീ ഇപ്പം ജോലിക്കൊന്നും പോകണ്ട. ഇപ്പം നിനക്ക് പഠിക്കുക വേണ്ടത്. പഠിച്ച് മിടുക്കരായാൽ നല്ലൊരു ജോലി പിന്നെയും കിട്ടുമല്ലോ. നീ ആദ്യം ഒരു കാര്യം ചെയ്യും, നീ പഠിക്കുക, നീ ഇതൊന്നും വേണ്ട, നീ ഇപ്പം ഇതുകൊണ്ട് ഈ പണയം വെച്ചിട്ട് കാശ് എനിക്ക് കൊണ്ടുത്താ. എന്നിട്ട് അവസാനം നമ്മുടെ ശരത്ത് പണയം വെക്കാനായിട്ട് അവിടെ നിന്ന് അങ്ങ് പോവുകയാണ്. മാത്രമല്ല രേവതി പറഞ്ഞു, നീ വീട്ടിലേക്ക് വരണ്ട, വിളിച്ചിട്ട് വന്നാൽ മതി, ഞാൻ പുറത്തേക്ക് ഇറങ്ങി വരാമെന്നിങ്ങനെ പറയാണ്. അങ്ങനെ ശരത്ത് പോയിട്ടോ. പിന്നെ കാണിക്കുന്നത് നമ്മുടെ സച്ചിയാണ് കേട്ടോ. സച്ചി ഇങ്ങനെ ജോലി അന്വേഷിച്ച് പോകുന്ന വഴിക്ക് ഒരു പരിചയക്കാരൻ ചേട്ടനെ ഇങ്ങനെ കാണുക. ചേട്ടനാണെങ്കിൽ ആരെയൊക്കെയോ ഫോൺ വിളിച്ചിട്ട് ഇങ്ങനെ നിൽക്കുക. ചേട്ടാ എന്തുണ്ട് വിശേഷം എന്നൊക്കെ ചോദിച്ചപ്പോൾ, വിശേഷമൊന്നുമില്ലടാ, സുഖം. അല്ല ചേട്ടനെന്താ ഇവിടെ? ഞാൻ ജോലിക്കൊരാളെ തേടി നടക്കുമായിരുന്നു. ജോലിക്കോ? തേടിയ വള്ളി കാലിൽ ചുറ്റി എന്നതുപോലെ നമ്മുടെ സച്ചി കാര്യം തിരക്കി. എന്താണ് എന്ന് തിരക്കി കഴിഞ്ഞപ്പോഴേക്കും അയാൾ പറഞ്ഞു, അതെ ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റിൽ കുറച്ച് കാറുകളുണ്ട്, എൻ്റെ ആ ഡ്രൈവറെ വേണോ എന്ന് ആകാംക്ഷയോടെ ഇങ്ങനെ ചോദിക്കുക കേട്ടോ. ഡ്രൈവറെ അല്ല, കാറ് കഴുകാനാണ് ആളെ വേണ്ടത്. കാർ കഴുകാനുള്ള ആൾ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേന് ഇട്ടിട്ട് പോവും. എല്ലാവരും വന്നാലും ഇത് തന്നെയാണ് പരിപാടി. ഒരു കാര്യം ചെയ്യും, കാറ് കഴുകാൻ ഒരാളെ നിന്റെ പരിചയത്തിൽ വല്ലതും ഉണ്ടോ? അപ്പോൾ ശമ്പളമൊക്കെയോ? ശമ്പളം ഒരു കാറിന് 1000 രൂപ വെച്ച് മാസം ഏകദേശം 10-30,000 രൂപയോളം കിട്ടും. ആ ഒരു അത്രയും പൈസ കിട്ടുന്ന ഏർപ്പാടാണ്. പക്ഷെ ആരും വരാനില്ല. എല്ലാവർക്കും പണിയാത്ത പണി മതി. പാടില്ലാത്ത പണി, അധ്വാനിക്കാൻ എല്ലാവർക്കും ഇപ്പം മടിയാണ്. അപ്പോഴേക്കും നമ്മുടെ സച്ചി ഓർക്കുക, എന്തായാലും കാർ കഴുകാനാണെങ്കിലും ശരി 10-30 രൂപ എന്ന് പറഞ്ഞാൽ മാസം 10-30 രൂപ ഇപ്പോൾ വലിയൊരു തുക തന്നെയാണ് അവന്. അപ്പാർട്ട്മെൻറ്റിലെ താമസക്കാർ പറയുന്ന ജോലി ചെയ്താൽ വേറെ കാശ് കൂടി കിട്ടും. അപ്പോൾ സാർ ഇനി ജോലിക്ക് വേറെ ആളെ അന്വേഷിക്കേണ്ട, ഞാൻ വന്നോളാം. തനിക്ക് സ്വന്തം കാറില്ലേ, താൻ എന്തിനാ ഇപ്പോൾ ഈ ജോലി ചെയ്യുന്നത്? സ്വന്തം കാർ എനിക്ക് വിൽക്കേണ്ടി വന്നു, എനിക്കിപ്പോൾ ജോലിയില്ല. എന്നാലും താൻ ഇങ്ങനെ ഒരു ജോലി ചെയ്യാന്ന് വെച്ചാൽ അതിനെന്താ സാർ? എനിക്ക് കുഴപ്പമൊന്നുമില്ല, ജീവിക്കാൻ വേണ്ടി എന്ത് ജോലിയും ചെയ്യാൻ ഞാൻ തയ്യാറാണ്, എനിക്ക് അതിലൊരു കുറച്ചിലും ഇല്ല സാർ. എനിക്ക് ഈ ജോലി വേണം സാർ, പ്ലീസ് സാർ എന്നൊക്കെ അവനിങ്ങനെ പറയുകയാണ്. എന്നാൽ ശരി, നിന്നെ എനിക്ക് നന്നായിട്ടറിയാം, വിശ്വസിക്കാൻ കൊള്ളാവുന്നവൻ തന്നെയാണ് നീയാ. എന്തായാലും നമുക്ക് അപ്പാർട്ട്മെൻറ്റിലേക്ക് പോകാം, നീ വണ്ടിയിലേക്ക് കയറാം. അങ്ങനെ സച്ചിയും കൂട്ടി അയാൾ അപ്പാർട്ട്മെൻറ്റിലേക്ക് പോവാം. എന്തായാലും നമ്മുടെ ശരത്ത് കൊണ്ടുപോയിട്ട് ശരത്ത് ഇപ്പോൾ ഒരാൾ ആൻ്റണി എന്ന് പറയുന്ന ഒരാൾക്ക് വേണ്ടിയിട്ടാണല്ലോ ജോലി ചെയ്യുന്നത്. പലിശയ്ക്കുള്ള പൈസയൊക്കെ പിരിച്ചു കൊടുക്കുന്ന പരിപാടിയാണല്ലോ ഇവൻ ചെയ്യുന്നത്. അപ്പം അങ്ങനെ പിരിച്ച പൈസ കൊണ്ടിങ്ങനെ കൊടുക്കണം കേട്ടോ. അയാൾ എന്താടാ പറ്റിക്കുകയാണോ നമ്മളെ? അയാൾ ഇത്രേ തന്നുള്ളോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, എത്രേ തന്നുള്ളൂ, എന്നാൽ ഞാൻ ഇടപെടണോ? വേണ്ട, ഞാൻ പിരിച്ചു തന്നോളാം എന്ന് നമ്മുടെ ശരത്ത് ഇങ്ങനെ പറയാം കേട്ടോ.
എന്തായാലും കാശ് എണ്ണ പോലും ചെയ്യാതെ ആൻ്റണി ഇങ്ങനെ വെക്കുന്ന കണ്ടപ്പോഴേക്കും നമുക്ക് എണ്ണീട്ട് വെക്കേട്ടാ. ഇല്ലടാ, എനിക്ക് നിന്നെ വിശ്വാസമാണ്, അതുകൊണ്ട് എണ്ണേണ്ട കാര്യമില്ല. ദാ ഇത് നീ പിടിച്ചോ, ഇത് നിൻ്റെ ചിലവിനുള്ളതാ എന്നും പറഞ്ഞ് കുറച്ച് കാശ് അങ്ങോട്ട് കൊടുത്തു. അപ്പോഴേക്കും അവൻ പെട്ടെന്ന് പോക്കറ്റിൽ നിന്ന് വളയെടുക്കുകയാണ് കേട്ടോ. വളയെടുത്ത് നീട്ടിക്കഴിഞ്ഞപ്പോഴേക്കും എടാ ഇത് എവിടെ നിന്ന് അടിച്ചു മാറ്റിയതാടാ നീയാ? ഈ വേണ്ടടാ, ഇതിവിടെ വെക്കണ്ട, ഇത് നിൻ്റെ കൈവശം തന്നെ വെച്ചോ. അപ്പോഴേക്കും ഇത് അടിച്ചു മാറ്റിയതൊന്നും അല്ല, ഇതെൻ്റെ ചേച്ചിയുടെ വളയാ. ഇത് വെച്ചിട്ട് എനിക്കൊരു 10,000 രൂപ തരണം, ചേച്ചിക്ക് വേണ്ടിയിട്ടാ. നീ എൻ്റെ ഫ്രണ്ട് അല്ലേടാ, ഞാൻ കാശ് തരാടാ, എന്തിനാ പണയം? ഇത് നിൻ്റെ ചേച്ചിക്ക് കൊണ്ട് കൊടുക്കുക എന്നും പറഞ്ഞു 10,000 രൂപ കൊടുത്തു. എന്നാൽ വള കൊടുത്തു കഴിഞ്ഞപ്പോഴേക്കും വള വേണ്ട എന്നും പറഞ്ഞു. അവർ കാശ് തന്നു കഴിയുമ്പോഴേക്കും നീ വളയങ്ങോട്ട് തിരികെ കൊടുത്താൽ മതി, നീ വള കൊണ്ട് സൂക്ഷിച്ചു വെച്ചോ. അപ്പോൾ താങ്ക്സ് ചേട്ടാ. താങ്ക്സോ, നീ പോടർക്ക എന്നും പറഞ്ഞിട്ട് ആൻ്റണി ഇവനെ പറഞ്ഞു വിടുകയാണ് കേട്ടോ. ആൻ്റണി ദുഷ്ടനാണോ, ഇനി അങ്ങോട്ടേക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുമോ എന്നൊക്കെ കണ്ടറിയേണ്ടിയിരിക്കുന്നു. ചേട്ടാ കണക്കെഴുതിയ ഡീറ്റെയിൽസൊക്കെ ഇതിലുണ്ട് കേട്ടോ എന്നും പറഞ്ഞിട്ട് ശരത്ത് കണക്കങ്ങോട്ട് കൊടുക്കുകയാണ്. ഇയാൾ പൈസ എണ്ണിക്കൊണ്ടിരിക്കുക. എന്തായാലും നമ്മുടെ സച്ചിയുടെ ആ ഒരു ചേട്ടനും കൂടിയിട്ട് ഈ അപ്പാർട്ട്മെൻറ്റിലേക്ക് എത്തി കേട്ടോ. അപ്പാർട്ട്മെൻറ്റ് സെക്രട്ടറി ഒന്ന് കാണാം, അസോസിയേഷൻ സെക്രട്ടറി നമുക്കൊന്ന് കാണാം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഒരു ചേട്ടൻ ഫോണും വിളിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ചേട്ടാ ഇതാണ് ഞാൻ പറഞ്ഞ ആൾ, അവസാനം ജോലിക്ക് ആളെ കിട്ടി, ഇത് സച്ചി എന്നും പറഞ്ഞിട്ട് എനിക്ക് അറിയാവുന്ന ആളാണ് സാർ. സ്ഥിരമായിട്ട് നിൽക്കുമോ അതോ ഇതിനു മുമ്പ് വന്നവരെ പോലെ അഡ്വാൻസ് കാശ് മേടിച്ചിട്ട് 2 ദിവസത്തിനുള്ളിൽ മുങ്ങുമോ? ഇല്ല സാർ, ഞാൻ സ്ഥിരമായിട്ട് നിന്നോളാം, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ആത്മാർത്ഥതയോടെ ഞാൻ ജോലി ചെയ്തോളാം, പാതി വഴിക്കിട്ടിട്ട് ഞാൻ പോവില്ല. എന്നാൽ നാളെ മുതൽ ജോലിക്ക് വന്നോ? താങ്ക് യു സാർ, ഒരുപാട് നന്ദിയുണ്ട് സാർ. അപ്പോഴേക്കും വേറെ ആൾക്കാർ വന്നു കേട്ടോ. കാറ് കഴുകാൻ ആളെ കിട്ടുന്നില്ല എന്ന് പരാതിയല്ലായിരുന്നോ? ഇയാൾ കാറ് കഴുകാൻ വന്ന ആളാ. എന്തായാലും വന്നതല്ലേ, ഇന്ന് തന്നെ ജോലിക്ക് കയറി തുടങ്ങിക്കോ. ദേ എൻ്റെ കാറുണ്ട്, എൻ്റെ കാറ് കഴുകിയിട്ട് ഒരാഴ്ച കഴിഞ്ഞു, കാർ കഴുകിക്കൊണ്ട് തന്നെ ആവട്ടെ തുടക്കം. അപ്പോൾ ഇന്ന് തന്നെ തുടങ്ങാം സാർ. എന്നാൽ താൻ വാ, ഞാൻ കാണിച്ചു തരാം. എന്നാൽ സച്ചി നീ ചെല്ല. അങ്ങനെ സച്ചി കാറ് കഴുകാനായിട്ട് ചെന്നു. ഇതാണ് എൻ്റെ കാറ്, കഴുകാനുള്ള ബക്കറ്റൊക്കെ അവിടെ ഇരിപ്പുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവന് കാറ് കൊടുത്തിട്ട് അങ്ങോട്ട് പോവാണ് കേട്ടോ. കുറച്ച് നേരം ആ കീയും ആ കാറും ഒക്കെ നോക്കി അവനിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. തൻ്റെ വണ്ടിയുടെ കീയൊക്കെയാണ് ഇവന് ഓർമ്മ വന്നത് പെട്ടെന്ന്. അങ്ങനെ ഒരു കാറ് കഴുകി കഴിഞ്ഞ് അടുത്ത കാറ് കഴുകാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും അതിൻ്റെ ഓണർ വന്നിട്ട് പറഞ്ഞു അപ്പോഴേക്കും മാറ്റിയിട്ടിട്ട് കഴുകിയാൽ മതി, ഞാൻ മാറ്റിയിട്ട് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ കീ തന്നാൽ മതി, ഞാൻ മാറ്റിയിട്ടോളാം, ഞാൻ ഡ്രൈവറാണ് സാർ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും വേണ്ട വല്ല സ്ക്രാച്ച് വീണ, ഇത് വില കൂടിയ കാറാണ്, എനിക്കൊന്നും അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ പോവാട്ടോ ഇവനെ അങ്ങോട്ട് കൊച്ചാക്കിയിട്ട്. അപ്പോഴേക്കും അസോസിയേഷൻ സെക്രട്ടറി അങ്ങോട്ടേക്ക് വന്നു. അസോസിയേഷൻ സെക്രട്ടറി വന്നിട്ട് പറഞ്ഞു താൻ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് തോന്നുമല്ലോ. ഒരു കാര്യം ചെയ്യാം, നാളെ നേരത്തെ തന്നെ വന്നോട്ടോ, 5 മണിയാകുമ്പോൾ തന്നെ. ആ സമയത്താണ് ഒരു സെക്യൂരിറ്റി അതിലെ വന്നിട്ട് ഇങ്ങനെ നോക്കുന്നത്. ആ സെക്യൂരിറ്റിക്ക് സച്ചിയെ പരിചയമുണ്ട്. ഇത് രേവതിയുടെ ഭർത്താവാണല്ലോ, ഇതെന്താ ഇവിടെ ഡ്രൈവറായി ഇവനെന്തിനാ ഇപ്പോൾ കാറ് കഴുകുന്നത് എന്നൊക്കെ ഇവനിങ്ങനെ ആലോചിക്കുക കേട്ടോ. ആ സെക്യൂരിറ്റി നിന്ന് ആലോചിക്കുക. ഇതേ സമയം നമ്മുടെ ശരത്ത് കൊണ്ടുപോയി രേവതിക്ക് കാശ് കൊടുക്കുകയാണ്. എടാ എത്ര രൂപയായടാ എന്നിങ്ങനെ, എത്ര രൂപ കിട്ടിയെന്ന് ചോദിച്ചപ്പോൾ 10,000 കിട്ടി. അപ്പോൾ പലിശ എത്ര രൂപയാകും? അതൊക്കെ ചേച്ചിയെ സമയമാകുമ്പോൾ തിരികെ എടുക്കേണ്ട സമയമാകുമ്പോൾ എന്നെ വിളിച്ചാൽ മതി. അപ്പോൾ റെസിപ്റ്റ് എവിടെ? അത് എൻ്റെ കയ്യിലുണ്ട്, ചേച്ചിക്ക് വേണോ? വേണ്ട, നീ തന്നെയല്ലേ വള തിരികെ എടുക്കാൻ പോകേണ്ടത്. ചേച്ചിക്ക് 10,000 രൂപ മതിയോ? എക്സ്ട്രാ കാശ് വല്ലതും വേണോ എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നിനക്ക് എവിടേതാടാ കാശ്? അല്ല, വള പണയം വെക്കുമ്പോൾ മാനേജർ പറഞ്ഞായിരുന്നു കൂടുതൽ കാശ് വേണമെങ്കിൽ തരാൻ കുഴപ്പമൊന്നുമില്ലയെന്ന്. അപ്പോൾ കൂടുതൽ കാശൊന്നും വേണ്ട, തൽക്കാലം പ്രശ്നം സോൾവ് ചെയ്യാൻ ഇത്രയും മതി. പ്രശ്നമോ? എന്ത് പ്രശ്നം? എല്ലാം വിശദമായിട്ട് പിന്നീട് ഒരു ദിവസം പറയാം. നീ എൻ്റെ വള പണയം വെച്ച് കാശ് വാങ്ങിച്ച കാര്യം അമ്മയോടും ദേവനോടും ഒന്നും പറയാൻ നിൽക്കണ്ട കേട്ടോ, അതൊക്കെ അവർക്ക് ഒത്തിരി വിഷമം ഉണ്ടാക്കും. ഇല്ല ചേച്ചി, ഞാൻ പറയില്ല. എന്ന സമയമായി, നിനക്ക് കോളേജിൽ പോകണ്ടേ? നിനക്കിന്ന് സ്പെഷ്യൽ ക്ലാസ് ആണ്, ഉച്ചയ്ക്ക് ശേഷമേ ക്ലാസ് ഉണ്ടാവൂ എന്നറിഞ്ഞത് കൊണ്ടാണ് ഞാൻ നിന്നെ വിളിച്ച് വരുത്തിയത്. അപ്പോഴേക്കും ശരത്തൊന്ന് പരുങ്ങുന്നുണ്ട് കേട്ടോ. നീ ചെല്ലും മോനെ. അങ്ങനെ പോകുന്നതിന് മുമ്പ് പറഞ്ഞു, പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, ഇതുപോലെ കൂട്ടുകാരുടെ ബൈക്കൊന്നും മേടിച്ച് നീ ഓടിക്കാനായിട്ട് നിൽക്കരുത്, ഈ ഏർപ്പാട് അങ്ങ് നിർത്തിയേക്കണം. സമയമാകുമ്പോൾ സ്വന്തമായിട്ട് ഒരെണ്ണം വാങ്ങിക്കാൻ പറ്റും. പറഞ്ഞത് മനസ്സിലായല്ലോ? ശരി ചേച്ചി. എന്നെ ചേച്ചി ഞാൻ കൊണ്ടുവിടണോ? വേണ്ട, നീ പൊക്കോ, ഞാൻ പൊക്കോളാം. അങ്ങനെ ശരത്ത് അവിടുന്ന് പോവാണ്. കാണിക്കുന്നത് നമ്മുടെ സച്ചി വളരെ കഷ്ടപ്പെട്ട് ജോലി ചെയ്തുകൊണ്ട് ഇങ്ങനെ നിൽക്കുകട്ടോ. ഒരുപാട് അധ്വാനം അതിന് പിന്നിൽ ആവശ്യമുണ്ട്. പിന്നെ രേവതി വീട്ടിലെത്തി. രേവതി അവിടെ കൊണ്ടുവന്നിരിക്കുന്ന പാക്കറ്റുകളൊക്കെ തുറന്നിങ്ങനെ നോക്കി സാധനങ്ങളൊക്കെ അടുക്കിക്കൊണ്ടിങ്ങനെ നിൽക്കുക. അപ്പോഴേക്കും ശ്രുതിയും കൂടെ ചായയൊക്കെ കുടിച്ചുകൊണ്ട് നല്ല സൂപ്പർ ചായ എന്നൊക്കെ പറഞ്ഞ് വന്ന് രേവതിക്ക് അരികിലേക്ക് വന്നിട്ട് ഈ ശ്രുതിയോട് ചോദിക്കുക, രേവതി കേൾക്കാൻ പാകത്തിന്, നീ കൊണ്ട് പറഞ്ഞ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ? കാണും, നമ്മൾ കാശ് കൊടുത്തതല്ലേ, അതൊക്കെ കാണാതിരിക്കുവോ? നിനക്ക് വേണ്ട സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റി വെക്കാനായിട്ട് പറ.
ഇവിടെ ഉള്ള ചിലരെ പോലെ എൻ്റെയുടെ നിൻ്റെ നിന്നൊന്നും ചിന്തയൊന്നും ഇല്ല, എനിക്ക് അങ്ങനെ ഒന്നുമില്ല, അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടെ. അപ്പോൾ ശ്രുതി പറഞ്ഞു വീട്ടിലുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടാണ് വാങ്ങിച്ചത്, മാറ്റി വെക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ രേവതി കേൾക്കാനാന്നൊക്കെ രേവതിക്ക് മനസ്സിലായി കേട്ടോ. എന്ന് പറഞ്ഞിട്ട് അപ്പോഴേക്കും ചന്ദ്രമതി അങ്ങോട്ടേക്ക് വന്നു, അതുപോലെ സച്ചി അങ്ങോട്ടേക്ക് വന്നു. വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ വന്നോ എന്ന് സച്ചി ഇങ്ങനെ ചോദിച്ചു. കാശ് ഞാൻ 2 ദിവസത്തിനുള്ളിൽ കൊടുക്കാമെന്ന് പറഞ്ഞേരെ. പെട്ടെന്ന് നമ്മുടെ രേവതി ഒന്ന് ഞെട്ടിയേ. രേവതി മാത്രമല്ല ചന്ദ്രമതി, 2 ദിവസം കഴിഞ്ഞിട്ടോ? അതെന്താ അങ്ങനെ? അപ്പം കാശ് നിൻ്റെ ഭാര്യ തന്നല്ലോ, അപ്പം നീ എന്താ 2 ദിവസം കഴിഞ്ഞിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞത്? ഈ സച്ചി ഒന്ന് ഞെട്ടിപ്പോയിട്ടോ, അന്തം വിട്ടിങ്ങനെ നിൽക്കുക. ഇവനോട് കാശ് മേടിക്കാനല്ലേ നീ ഇവിടെ നിന്ന് പോയത്? ഇവൻ തന്നിട്ടില്ല എങ്കിൽ പിന്നെ നീക്ക് എവിടെ നിന്നാണ് കാശ് കിട്ടിയത്? നിനക്ക് ആരാ കാശ് തന്നത്? എവിടെ നിന്നെങ്കിലും മോഷ്ടിച്ചുകൊണ്ട് വന്നതാണോ നീ എന്നൊക്കെ ചന്ദ്രമതി ചോദിച്ചപ്പോഴേക്കും അമ്മ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? അയ്യോ, നീ ഇങ്ങനെ ഞെട്ടാനും മാത്രം എന്താ ഉള്ളത്? നീ ഇങ്ങനെ ഷോക്കാകാനും മാത്രം? നിൻ്റെ കുടുംബത്തിൽ ഇതൊക്കെ സർവ്വസാധാരണമല്ലേ മോഷ്ടിക്കുക എന്നുള്ളതൊക്കെ? അപ്പോഴേക്കും ശ്രുതി നിന്ന് ചിരിക്കുക കേട്ടോ. നിൻ്റെ അനിയനൊരു മോഷ്ടാവല്ലേ, ഇപ്പം നീയും മോഷ്ടിക്കാൻ തുടങ്ങിയോ? അമ്മേ ഇതേ അനാവശ്യം പറയരുത്, വേണ്ട കേട്ടോ, സംസാരിക്കുന്നതിനൊരു അതിരുണ്ട് എന്നൊക്കെ പറഞ്ഞ് രേവതി. ഒരാവശ്യമില്ലാതെയുള്ള പരിഹാസവും കുറ്റപ്പെടുത്തലും ഒന്നും ഇങ്ങനെ വേണ്ട. അപ്പോഴേക്കും ശ്രുതി പറഞ്ഞു, അല്ല വീട്ടു ചെലവിന് സച്ചി കാശ് തന്നിട്ടില്ല, എന്നാൽ നീ വീട്ടു ചെലവിനായിട്ട് കാശ് സച്ചിക്ക് കൊടുക്കുകയും ചെയ്തു. ആ കാശ് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിക്കുന്നതിൽ എന്താ തെറ്റ്? അങ്ങനെ ചോദിച്ചാൽ തെറ്റില്ല, മോഷ്ടിച്ചോന്ന് ചോദിച്ചത് നീ കേട്ടില്ലേ, അത് തെറ്റല്ലേ? എന്താ നിനക്ക് മറുപടിയൊന്നുമില്ലേ? നീ കാശ് കൊടുത്തായിരുന്നല്ലോ, എന്നിട്ട് എന്താ നിന്നോട് ചോദിക്കാതിരുന്നത്? അവളെ ജോലി ചെയ്യുന്നുണ്ട്, നീ ഇവിടെ ഇരുന്ന് വല്ലപ്പോഴും പൂ കെട്ടുന്നതിന് എന്ത് കിട്ടുമെന്ന് എനിക്ക് അറിയാം. എന്ന് വെച്ച് മോഷ്ടിക്കേണ്ട ഗതികേടൊന്നും എനിക്കില്ല. പട്ടിണി കിടക്കേണ്ടി വന്നാലും അങ്ങനെ ഞാൻ ചെയ്യത്തില്ല. ഇവൻ നിനക്ക് കാശ് തന്നിട്ടില്ല, പിന്നെ നിനക്കിത് എവിടെ നിന്ന് കാശ് കിട്ടി? എവിടെ നിന്ന് കിട്ടി? 1ഉം 2ഉം അല്ല, 10,000 രൂപയാണ് നീ എനിക്ക് വീട്ടുചെലവിനെന്നും പറഞ്ഞ് തന്നത്. സച്ചി അപ്പം വീണ്ടും രേവതി ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. രേവതി ആകെ സങ്കടപ്പെട്ട് നിൽക്കുക. പറയടി, എവിടെ നിന്നാടി കാശ് കിട്ടിയത്? രേവതി ആകെ ധർമ്മസങ്കടത്തിൽ ഇങ്ങനെ നിൽക്കുന്നത് കണ്ടപ്പോഴേക്കും സച്ചി തന്നെ ഇടപെട്ടു. മതി ചോദ്യം ചെയ്തത്, ഞാൻ കൊടുത്ത കാശ് തന്നെയാണ് അവൾ തന്നത്. അപ്പോഴേക്കും ചന്ദ്രമതി അന്നും വിട്ടുപോയിട്ടോ. ചന്ദ്രമതിയും ശ്രുതിയൊക്കെ പരസ്പരം ഇങ്ങനെ നോക്കുക. നീയല്ലേടാ പറഞ്ഞത് ഇപ്പം കാശ് കൊടുത്തിട്ടില്ല എന്ന്? നീ വായടക്ക് ശ്രുതി, നിനക്ക് വാടയ്ക്കാൻ പാടില്ലേ? നീ വായടച്ചാ അല്ല ഞാൻ വായടച്ചാ എങ്ങനെ ഈ ചായ കുടിക്കും എന്ന് ശ്രുതി ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നീ മൂക്കിനകത്തൂടെ കുടിക്കുക. മൂക്കിനകത്തൂടെ ചായയോ? നീ എന്തിനാണ് അവനോട് ചൂടാവുന്നത്? നീ ചൂടാകേണ്ട കാര്യമൊന്നുമില്ല. ആദ്യം നീ പറഞ്ഞു ഇവൾക്ക് കാശ് കൊടുത്തിട്ടില്ല എന്ന്, ഇപ്പം പറയുന്നു കാശ് കൊടുത്തു എന്ന്. അപ്പോൾ വീട്ടു ചെലവിന് തരാനായിട്ട് ഞാൻ ഇവൾ കാശ് ഏൽപ്പിച്ചിട്ടൊന്നുമില്ല. ചിട്ടിക്ക് അടയ്ക്കാനും മുമ്പോടിയൻ്റെ കാർ വാടക കൊടുക്കാനും ഒക്കെ ആയിട്ടുള്ള കാശ് ഞാൻ ഇവളുടെ കയ്യിൽ കൊടുത്തായിരുന്നു, അതിൽ നിന്ന് എടുത്തായിരിക്കും ഇവൾ കാശ് തന്നത് എന്നും പറഞ്ഞ് സച്ചി രേവതിയെ രക്ഷിക്കുകയാണ്. നീ എന്തിനാ അതിൽ നിന്ന് എടുത്ത് ചിലവിനുള്ള കാശ് കൊടുത്തത്? അത് ഞാൻ 2 ദിവസം കഴിഞ്ഞ് കൊടുക്കുമായിരുന്നല്ലോ. ഇനി ഞാൻ എങ്ങനെ ചിട്ടി കൊടുക്കും? കാർ വാടക കൊടുക്കും? അപ്പോൾ വീട്ടിൽ ചിലവിനുള്ള കാശ് ഇന്ന് തന്നേ തീരുമെന്ന് അമ്മ പറഞ്ഞു, അതാ ഞാൻ എന്ന് രേവതി ഇങ്ങനെ പറയുക കേട്ടോ. കേസ് വിട്, എവിടെ നിന്നും കാശ് കടം മേടിച്ചിട്ടാണേലും ചിട്ടിക്ക് അടയ്ക്കാം, കാർ വാടകയും കൊടുക്കാം എന്ന് പറഞ്ഞ് സച്ചി അങ്ങ് പോയി രേവതി ഓരോ സാധനങ്ങളൊക്കെ എടുത്ത് അകത്തുകൊണ്ട് വെക്കുകയാണ് കേട്ടോ. പക്ഷേ സച്ചി പറഞ്ഞതിൽ നമ്മുടെ ചന്ദ്രമതിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല. ചന്ദ്രമതി എന്തോ ഒരു കള്ളത്തരം ഫീൽ ചെയ്ത് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. സി യു അഗെയിൻ. താങ്ക് യു.